തിരുവനന്തപുരം ജില്ലയിൽ അറബിക്കടലിനോടും വേളിക്കായലിനോടും ചേർന്ന് കിടക്കുന്ന വേളി ടൂറിസ്റ്റ് വില്ലേജിലാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. കുടുംബത്തോടൊപ്പം അവധി ദിനം ആഘോഷമാക്കാൻ പറ്റിയ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് വേളി ടൂറിസ്റ്റ് വില്ലേജ്. കുട്ടികൾക്ക് ഉല്ലസിക്കുവാൻ ചിൽഡ്രൻസ് പാർക്ക്, മിനിയേച്ചർ ട്രെയിൻ, ശില്പങ്ങൾ, ബോട്ട് സവാരി, കുതിര സവാരി, അങ്ങനെ ഒരുപാടുണ്ട് ഇവിടെ ആസ്വദിക്കുവാൻ. ₹20 പാസ് എടുത്ത് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം എതിരേൽക്കുന്നത് തന്നെ കുട്ടികളുടെ ആഹ്ലാദ ശബ്ദങ്ങളായിരിക്കും. കുട്ടികൾക്ക് അത്രത്തോളം പ്രിയങ്കരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസാണിത്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ആസ്വദിക്കുവാൻ വേണ്ടതൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വേളിയിലെ മിനിയേച്ചർ ട്രെയിനിനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുള്ളതുകൊണ്ട് ആദ്യം അന്വേഷിക്കുന്നത് ഈ ട്രെയിനിനെ കുറിച്ചായിരിക്കും. പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമായി ബാറ്ററിയിൽ ഓടുന്ന ഈ കുഞ്ഞൻ തീവണ്ടിയുടെ ബാറ്ററി ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ട്രെയിൻ യാത്രയ്ക്ക് കുറച്ച് താമസം വരുവാൻ സാധ്യതയുണ്ട്. ആ സമയത്തോ ട്രെയിൻ യാത്രയ്ക്ക് ശേഷമോ ചുറ്റി നടന്ന് കാണുവാൻ ധാരാളം കാഴ്ചകളുണ്ട്. പ്രശസ്ത ശില്പി ശ്രീ കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച ശില്പങ്ങളാണിവ. കൂടാതെ ചിൽഡ്രൻസ് പാർക്കിലെ കുട്ടികളുടെ വികൃതികൾ കണ്ടു നിൽക്കാം. പൂക്കളുടെയും മറ്റു സസ്യങ്ങളുടെയും ഭംഗി ആസ്വദിക്കാം. പക്ഷികളെയും മറ്റു ജന്തുക്കളെയും കാണാം. അടുത്ത ട്രിപ്പിനുള്ള സമയമായെന്ന് തോന്നുന്നു. ക്യൂ കാണുന്നുണ്ട്. ₹50 ടിക്കറ്റ് എടുത്താൽ ട്രെയിനിൽ ടൂറിസ്റ്റ് വില്ലേജ് മുഴുവനും ഒന്ന് ചുറ്റിക്കറങ്ങി വരാം. നമ്മുടെ കുഞ്ഞു ട്രെയിൻ സാവകാശം ഓടിത്തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൗതുകമുണർത്തുന്ന ട്രെയിൻ യാത്രയോടൊപ്പം മിനിയേച്ചർ ട്രെയിനിനുള്ളിൽ നിന്നുകൊണ്ടുള്ള വേളി ടൂറിസ്റ്റ് വില്ലേജിലെ കാഴ്ചകൾ കാണാം. വേളി കായലിന് കുറുകെയുള്ള പാലവും കടന്നാണ് ട്രെയിനിൻ്റെ യാത്ര. കായലിനക്കരെ എത്തി ട്രെയിൻ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ദൂരം കൂടി ഓടി ഒരു ചെറിയ തുരങ്കവും കടന്ന് വളഞ്ഞു തിരിഞ്ഞ് ഇതേ ട്രാക്കിൽ കൂടിയാണ് തിരികെ പോകുന്നത്. അങ്ങനെ വളഞ്ഞു തിരികെ എത്തുമ്പോൾ പാളം കറക്റ്റ് ചെയ്യുവാൻ വേണ്ടിയായിരിക്കണം ഒരു ജീവനക്കാരൻ എഞ്ചിൻ റൂമിൽ നിന്നും പുറത്തിറങ്ങി പാളത്തിന് സമീപം സ്ഥാപിച്ചിട്ടുള്ള ഒരു ലിവറിൽ പിടിക്കുന്നുണ്ട്. ട്രെയിൻ തുരങ്കത്തിലേക്ക് കടക്കുകയാണ്. തുരങ്കം കടന്നുപോയപ്പോഴുണ്ടായ ബഹളമാണ് ഈ കേട്ടത്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ തിരികെയുള്ള യാത്രയിലാണ്. വേളി ബീച്ചിലേക്ക് പോകുന്ന ഭാഗമാണത്. ഇപ്പോൾ 4 മണി സമയമായതുകൊണ്ട് അധികം തിരക്കില്ല. 5 മണി കഴിഞ്ഞാൽ നല്ല തിരക്കാകും. വേളിക്കായലിലെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റാണ് ആ കാണുന്നത്. ട്രെയിൻ പോകുന്നത് കൊണ്ട് ഗേറ്റ് അടച്ചിരിക്കുകയാണ്.
ട്രെയിൻ കാണുവാനോ ഇപ്പുറം കിടക്കുവാനോ ധാരാളം ആൾക്കാർ അവിടെ കൂടി നിൽപ്പുണ്ട്. ശംഖ് വച്ചിരിക്കുന്ന കുളത്തിന് ഒരു വലം വച്ചാണ് ട്രെയിൻ സ്റ്റേഷനിൽ തിരികെ എത്തുന്നത്. ട്രെയിൻ പോകുന്നത് സ്ഥിരമായി കാണുന്നത് കൊണ്ടാണോ എന്നറിയില്ല, കുറച്ച് വാർത്തകൾ ട്രെയിൻ പോകുന്നത് പോലെ വരി വരിയായി ഹോൺ മുഴക്കിക്കൊണ്ട് നടന്നു പോകുന്നത് കൗതുകകരമായ കാഴ്ചയാണ്. വേളി ടൂറിസ്റ്റ് വില്ലേജിലേക്ക് ബസ്സിലാണ് വരുന്നതെങ്കിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും പഴവങ്ങാടി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിനും സമീപമുള്ള കിഴക്കേക്കോട്ടയിൽ നിന്നും വേളിയിലേക്കുള്ള ബസ് കിട്ടും. നിലവിൽ 25 രൂപയാണ് കിഴക്കേക്കോട്ട നിന്നും വേളിയിലേക്കുള്ള ബസ് ചാർജ്. കിഴക്കേക്കോട്ട നിന്നും ഏകദേശം 12 കിലോമീറ്ററാണ് വേളിയിലേക്കുള്ള ദൂരമെങ്കിലും ബസ്സിൽ വേളിയിലെത്തുമ്പോൾ ഏതാണ്ട് 45 മിനിറ്റോളം എടുക്കും. വേളിയിലേക്ക് പോകുമ്പോൾ സന്ദർശിക്കുവാൻ പറ്റിയ 2 സ്ഥലങ്ങൾ കൂടിയുണ്ട്. ശംഖുമുഖം ബീച്ചും വെട്ടുകാട് പള്ളിയും. ശംഖുമുഖത്തു നിന്നും ഏകദേശം 3 കിലോമീറ്റർ ദൂരമാണ് വെട്ടുകാട് പള്ളിയിലേക്കുള്ളത്. വെട്ടുകാട് പള്ളിയിൽ നിന്നും ഏകദേശം അത്ര തന്നെ ദൂരം മാത്രമാണ് വേളി ടൂറിസ്റ്റ് വില്ലേജിലേക്കുള്ളത്. മാദ്രെ ദേ ഡ്യൂസ് ചർച്ച് എന്ന വെട്ടുകാട് പള്ളി തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ കീഴിലുള്ള പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. ദേവാലയത്തിന് പുറകിലായി വിശാലമായ ബീച്ചുമുണ്ട്. ശംഖുമുഖത്തേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഡീകമ്മീഷൻ ചെയ്ത ഒരു ഹെലികോപ്റ്റർ അടുത്തു നിന്ന് കാണാം. ബീച്ചിലേക്ക് പോയാൽ കുതിര സവാരിക്കുള്ള സൗകര്യമുണ്ട്. കടലും കടൽക്കാറ്റും ആസ്വദിക്കുന്നതോടൊപ്പം പുറമേ നിന്നുള്ളവർക്ക് വേറിട്ടതായി തോന്നുന്ന ചില കാഴ്ചകളും കാണുവാൻ കഴിഞ്ഞേക്കാം. ഇപ്പോൾ സമയം വൈകുന്നേരം 5 മണിയാണ്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ മത്സ്യബന്ധനത്തിന് പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ്. കടലിൽ പോകുവാനുള്ള യന്ത്രവൽകൃത വള്ളങ്ങൾ ട്രാക്ടർ ഉപയോഗിച്ച് തീരത്തോടടുപ്പിക്കുന്ന കാഴ്ചയാണിത്. ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തവർക്ക് കൗതുകകരവും വിസ്മയം ജനിപ്പിക്കുന്നതുമായ കാഴ്ചകളാണിവ. ഉറക്കം വരില്ല, അങ്ങനെ ഏണാറ്റാൻ വേണ്ടി അങ്ങനെ ചാപ്പാട് ആഹാരം ചാപ്പാടൊക്കെ വെള്ളം ഇദ്ദേഹത്തിന് നീന്താ അറിഞ്ഞൂടാ, പെണ്ണ് അറിയാമോ? കടലിൽ പോകുന്നതിന് മുമ്പ് വല നന്നാക്കുന്ന തൊഴിലാളികളാണിത്. എഞ്ചിൻ കാര്യക്ഷമമാണോ എന്ന് പരിശോധിക്കുന്ന മറ്റൊരു തൊഴിലാളി. മത്സ്യബന്ധനത്തിന് പോകുന്ന എല്ലാ വള്ളങ്ങളും ട്രാക്ടർ ഉപയോഗിച്ച് തീരത്തോടടുപ്പിക്കുന്നു.
ട്രാക്ടർ കൊണ്ട് പുഷ് ചെയ്ത് വള്ളം കടലിലേക്ക് ഇറക്കുന്നു. അങ്ങനെ ശംഖുമുഖത്തെ കാഴ്ചകളും കണ്ടിട്ട് വേളിയിലേക്ക് പോകാം. മിനിയേച്ചർ ട്രെയിനിലെ യാത്ര കഴിഞ്ഞാൽ പിന്നെ ബോട്ട് സവാരിയാണ്. സാധാരണ ബോട്ടിലാണെങ്കിൽ ഒരാൾക്ക് 100 രൂപയാണ് ചാർജ്. സ്പീഡ് ബോട്ടിന് 15 മിനിറ്റ് നേരത്തേക്ക് 1000 രൂപയാകും. 4 പേർക്ക് സഞ്ചരിക്കാം. ബോട്ട് യാത്ര കഴിഞ്ഞാൽ വേളി ബീച്ചിലേക്ക് പോകാം. പട്ടം പറത്തൽ, കുതിര സവാരി, അങ്ങനെ കുറേ വിനോദങ്ങളും വേളി ബീച്ചിലുണ്ട്. വേളി ബീച്ചിലേക്ക് പോകുന്ന വഴിക്കാണ് കുറച്ച് മുമ്പ് മിനിയേച്ചർ ട്രെയിനിൽ ഇരുന്ന് കണ്ട ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ഉള്ളത്. കായലിലെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പാലത്തിൽ കൂടിയാണ് ബീച്ചിലേക്ക് പോകേണ്ടത്. തിരക്ക് കൂടുമ്പോൾ പാലം നന്നായി കുലുങ്ങുന്നുണ്ട്. തിരുവനന്തപുരം എയർപോർട്ട് അടുത്തായതുകൊണ്ട് ഇടയ്ക്കിടെ താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളെ കാണാം. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഡീകമ്മീഷൻ ചെയ്ത ഒരു പരിശീലന വിമാനമാണിത്. ഈ വിമാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒരു ശിലാഫലകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. HP-32 ദീപക് എന്ന ഇന്ത്യൻ നിർമ്മിത പരിശീലന വിമാനമാണിത്. 1977 നിർമ്മിച്ച ഈ പരിശീലന വിമാനം 2009 സേവനം പൂർത്തിയാക്കി ഡീകമ്മീഷൻ ചെയ്തത്. ഇതിനൊക്കെ പുറമെ മറ്റു പല വിനോദങ്ങളും വേളി ടൂറിസ്റ്റ് വില്ലേജിലുണ്ട്. ഫാമിലിയോടൊത്ത്, പ്രത്യേകിച്ച് കുട്ടികളോടൊത്ത് ഒരു സായാഹ്നം, ഒരു പക്ഷേ ഒരു പകൽ മുഴുവനും സന്തോഷപൂർവ്വം ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് വേളി ടൂറിസ്റ്റ് വില്ലേജ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.